ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. എല്ലാവർക്കും റെയിൻബോ ഫാമിലിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ ഫ്രൈ ആണ്. നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ കഴുകിയത്. ഇവിടെ ഞാൻ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചാണ് ഇത് കഴുകിയിരിക്കുന്നത്. നിങ്ങൾക്ക് വിനാഗിരിയോ അല്ലെങ്കിൽ അല്പം നാരങ്ങ നീരോ ഉപയോഗിച്ച് കഴുകാം. ഫൈനലി ഇത് കഴുകിയെടുക്കണം നല്ല വൃത്തിയായിട്ട്. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 7 വറ്റൽമുളക് അരച്ചത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് പിരിയൻ മുളകാണ്. നിങ്ങളുടെ എരിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കാം. ഇവിടെ 7 പിരിയൻ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാ വറ്റൽമുളക് നിങ്ങൾക്ക് എടുക്കാം. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ചതാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു മിക്സ് ഇടും. ആ മിക്സിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞത്, ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ വേണ്ടത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, മല്ലിയില കറിവേപ്പില ആവശ്യത്തിന്. ഇനി ആവശ്യമുള്ളത് ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ. ഇത് സാധാ മുളക് പൊടി എടുക്കാം, നിങ്ങളുടെ എരിക്ക് അനുസരണം എടുക്കുക. ഉപ്പ്, എണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഈ മാരിനേറ്റ് ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, അരച്ചു വെച്ചിരിക്കുന്ന മുളക്, ഇത് അല്പം വെള്ളം ചേർത്താണ് അരച്ചത്, അല്ലെങ്കിൽ നന്നായി അരയില്ല. പിന്നെ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴയ്ക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈക്കുള്ള ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതിലെ മസാല എല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കും. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ചിക്കനിലെ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഫ്രൈയിങ് പാൻ ചൂടാക്കാൻ വയ്ക്കാം. ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കാം ആവശ്യത്തിന്. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി അതിലേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഇടാം. നമ്മുടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മിക്സ് തയ്യാറാക്കിയിട്ട് വരാം. അപ്പം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് മിക്സ് തയ്യാറാക്കാം. സവാള, ക്യാബേജ്, ക്യാരറ്റ്, മഞ്ഞൾപ്പൊടി, അതിലേക്ക് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, എടുത്തു വച്ചിരിക്കുന്ന മുളക് പൊടി, പിന്നെ മല്ലിയില കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ആയോ എന്ന് നോക്കിയിട്ട് വരാം. ഇടയ്ക്ക് നമുക്ക് ഈ ചിക്കൻ പീസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് അടുത്ത സെറ്റ് ഫ്രൈ ചെയ്തെടുക്കാം.
നമ്മുടെ ചിക്കൻ നന്നായി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ പൊരിച്ച എണ്ണയിലേക്ക് നമ്മുടെ മിക്സ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വഴറ്റിയെടുക്കണ്ട. ഇട്ട പൊടികളുടെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതി. ഇതേ പൊടികളുടെ പച്ച മണമൊക്കെ മാറി നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കതിലേക്ക് പൊരിച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ ഫ്രൈ റെഡി ആയി കഴിഞ്ഞു. ഇത് ചപ്പാത്തി, അപ്പം, പൊറോട്ട, ബ്രെഡ് എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക.